ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വാവുട്ടിയും കൊണ്ടിട്ട് ട്യൂഷന് വിടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വ്ളോഗ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പുറത്തേക്ക് പോകാറില്ല. ഇപ്പം വാവയും കൊണ്ടിട്ട് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് മീൻസ് അവളെ ട്യൂഷന് കൊണ്ടുപോവാണ്. എനിക്ക് വണ്ടിയില്ല, വണ്ടി വർക്ക്ഷോപ്പിലാണ്. അപ്പം ഞാൻ കരുതി അവളെ നടന്ന് കൊണ്ടാക്കാമെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ ബ്രദറോ വന്ന് കൊണ്ടുപോകും അവളെ. ഇന്ന് രണ്ടുപേരും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ തന്നെ കൊണ്ടാക്കാം എന്ന് വിചാരിച്ച്. കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട്, എന്നാലും പാട്ടും പാടി നടക്കാമെന്ന് വിചാരിച്ചു. അവളും നടക്കാറില്ല, ഞാനും നടക്കാറില്ല, വണ്ടിയിൽ പോകുന്നു വരുന്നു. അതിനൊരു ചേഞ്ച് വേണമല്ലോ. അങ്ങനെ ഞങ്ങളതേ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി. കുറച്ച് പോർഷൻ മെയിൻ റോഡാണ്, അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, തിരക്കില്ല. മെയിൻ റോഡിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, നല്ല കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. വഴിയെ പോകുന്നവരടുത്തും വരുന്നവരടുത്തും നിൽക്കുന്നവരടുത്തും ഇരിക്കുന്നവരടുത്തും എല്ലാം അവൾ കാര്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അത് അവളുടെ ഒരു പ്രകൃതമാണ്. അവിടെ ഒരു അപ്പൂപ്പനെ കണ്ട് അപ്പൂപ്പനോട് കാര്യം പറയുവാണ്. അങ്ങനെ പക്ഷേ ഈ ഒരു കുറച്ച് പോർഷൻ നടക്കാൻ നല്ല ഭംഗിയാണ്. കുളവും ചെറിയൊരു തോടും വാഴത്തോട്ടവും. അതായത് നമ്മൾ സിറ്റിയിൽ നിന്ന് നാട്ടിന് പുറത്തേക്ക് കയറില്ലേ, ആ ഒരു പ്രതീതിയാണ്. ഒരു റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം നല്ലൊരു കുളമൊക്കെ ഉണ്ട്. അങ്ങ് കുളത്തിനടുത്തോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് രണ്ട് മാമന്മാർ നിൽപ്പുണ്ട്. അവളോടും അവർ കാര്യം പറയാറുണ്ട്. കാര്യം പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അവൾ ഫസ്റ്റ് ടൈമാണ് ഇവരെയൊക്കെ കാണുന്നത്. പക്ഷെ അവൾക്ക് അതൊന്നും ഒരു പ്രത്യേകതയേ അല്ല. അവൾ കാണുന്നവരടുത്തെല്ലാം വീട്ടുകാരും പറഞ്ഞിട്ടേ അവൾ പോകത്തുള്ളൂ. അങ്ങനെ അതേ തുള്ളിച്ചാടി പോവാണ്. പക്ഷേ എനിക്ക് അവൾ നടക്കുന്ന കണ്ടപ്പം തോന്നി, ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അനുഭവമല്ലേ ഇങ്ങനെയൊക്കെ പോവുക എന്നുള്ളത്. അവൾക്കത് കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. ആരെങ്കിലും വണ്ടിയിൽ കൊണ്ടുപോകും, അവിടെ നിന്ന് എടുത്തിട്ട് വരും. രണ്ട് ദൂരം നടക്കാൻ പറയുമ്പോഴത്തേക്ക് അവൾക്ക് വയ്യാന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ഈ ഒരു ദൂരം ഫുൾ അവൾ നടന്നു, എൻജോയ് ചെയ്ത് നടന്നു. പക്ഷേ എനിക്ക് തിരക്കുള്ള റോഡിൽ നല്ല പേടിയായിരുന്നു. കാരണം കയ്യാറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അത്യാവശ്യം തിരക്കുള്ള റോഡാണ്. അതുകൊണ്ടിട്ട് ഞാൻ മെയിൻ റോഡ് പോവാതെ ഒരു ഇട റോഡ് കയറിയിട്ട് അവളെ ട്യൂഷനും ഉണ്ടാക്കി. എൻ്റെ ഇത്ര ദൂരത്ത് കൊണ്ടാക്കിയെന്ന് വെച്ചാൽ അവളുടെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യ ചേട്ടൻ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്കും അവിടെ തന്നെ പോകണം എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് അവിടെ കൊണ്ടാക്കി. ഇത് എൻ്റെ വീഡിയോ എടുക്കാൻ മേടിച്ചതാണ്. പക്ഷേ എൻ്റെ വീഡിയോ അതിൽ വന്നില്ല, എൻ്റെ കയ്യും കാലും മാത്രമേ വന്നുള്ളൂ. എന്നിട്ട് വേണ്ടമ്മ, മതി അമ്മ, എനിക്ക് പറ്റണില്ല അമ്മ എടുത്തോ, എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് വരണം കേട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ തന്നിട്ട് വെള്ളത്തിൽ കളിക്കാൻ പോവുക. ഈ ഒരു പോർഷൻ അവിടെ ഉണ്ട്, നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അതുവഴിയാണ് നമ്മൾ പാസ് ചെയ്ത് വരുന്നത് എപ്പോഴും. അവിടെ നിന്ന് വെള്ളത്തിലേക്ക് കളിച്ചു, നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് കേട്ടോ. പക്ഷെ അവൾ ഈ ഒരു വഴി ആയിരുന്നത് കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് അവളങ്ങ് നടന്നു. പിന്നെ ഇതൊരു കോവിലാണ്. അവൾ അവിടെ എത്തി തൊഴുതിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഒരു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ, എന്തോ ഒരു പൂജയൊക്കെ ആയിട്ട്. അങ്ങനെ പോവുകയാണ്. നാമോ എന്തൊക്കെയായിട്ട് അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായിട്ടുണ്ട്. അതൊരു അമ്പലത്തിൻ്റെ, നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ഒരു അമ്പലത്തിൻ്റെ ആർച്ചാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് വീണ്ടും തിരക്കുള്ള റോഡാവും. അങ്ങനെ ട്യൂഷനൊക്കെ പോയിട്ട് തിരിച്ച് ഞാൻ വിളിക്കാൻ പോയതാണ്. അമ്മ വീഡിയോ എടുക്കുന്നില്ലേ അമ്മ എന്ന് ചോദിച്ചത് കൊണ്ടിട്ട് തിരിച്ച് വന്ന സമയത്ത് എടുത്ത വീഡിയോസാണിത്. അപ്പം ഈ ഒരു ചെറിയ വ്ളോഗാണിത്. എനിക്ക് എടുക്കണം തോന്നിയത് കൊണ്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. കാരണം ആ ഒരു കുഞ്ഞു വഴിയും അവിടുത്തെ ഏരിയയൊക്കെ നടക്കുന്നത് രസമാണ്. ഇതാണ് കേട്ടോ കോവിൽ. നമ്മൾ നേരത്തെ കണ്ടില്ല അങ്ങോട്ട് പോയപ്പോൾ. ഇങ്ങനെ ഒരു കുറച്ച് സമയം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സും ശരീരവും നമുക്ക് റിഫ്രഷ് ആവും. വണ്ടിയിൽ പോകുന്നതിനേക്കാളും നല്ലത് ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം അവൾക്കും അതൊരു എന്താ പറയുക, എൻജോയ്മെൻ്റ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അങ്ങനെ വീണ്ടും വന്നു, വെള്ളത്തിലൊക്കെ കളിച്ച് പോവുകയാണ്. ഈ ഒരു വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത് മെയിൻ പരിപാടി. അതിനാണ് അവളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ. അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ, സെക്കൻഡ് ഫ്ലോറിലെന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസിലാണ്. അവിടെ അവൾ പൂ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഒരു ചേച്ചിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ആളില്ലാത്തതിൻ്റെ സങ്കടത്തിൽ ചെന്ന് നിൽക്കുവാണ്. ആ പൂ എന്ത് ചെയ്തു, ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ പൂ ദേഷ്യപ്പെട്ട് കളയുവാണ്. എനിക്ക് വേണ്ട, ഞാൻ മിണ്ടൂല പറഞ്ഞിട്ട് പൂ പിച്ചിട്ട് വന്ന് താഴെ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരവിടെ ഉണ്ടായിരുന്നില്ല, കാരണം 6 മണിയാകുമ്പോൾ ഒരു ക്ലോസ് ചെയ്യും. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.